ഏത് കുന്നത കൊലപാതകനാണോ തലയുയർത്താൻ കഴിയുക എന്ന് ചോദിക്കുമ്പോ തലയേരാത്തി പോലും ഞരമ്പ് മുഴുവനും പച്ച റിബണുകളാൽ അലങ്കരിച്ചിട്ട് റോഡ് മുഴുവൻ നീ മുദ്രാവാക്യങ്ങളായി ആഘോഷിച്ചതിന്റെ ക്ഷീണത്തിന് ഖതീബിന്റെ മുന്നിൽ വെച്ച് തലതാത്തി ഉറങ്ങി എന്നല്ലാതെ ആ പ്രവാചകന്റെ വഫാത്തോർത്തിട്ട് അതിന്റെ വേദന കൊണ്ട് നീ തലതാത്തിയിട്ടുണ്ടോ? പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നവർ അവരോട് വെറുപ്പുണ്ടായിട്ടല്ല, പക്ഷേ തെറ്റിലേക്ക് പോകല്ല. അതൊന്നും മനസ്സിലാക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഇസ്ലാമിൽ ഇതിന് യാതൊരു തെളിവും കാണുന്നില്ല. ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ ജന്മദിനത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് ഇന്ന് സമൂഹത്തിൽ വലിയ, ഇപ്പൊ തെക്കൻ കേരളത്തിലൊക്കെ പിന്നെ നബിദിനം വരുന്നത് റബീഉൽ അവ്വൽ ആവുന്നതിന് മുമ്പേ ഓരോ ജംഗ്ഷനിലും സ്റ്റേജ് കെട്ടി പിന്നെ മ്യൂസിക്കൽ ആൽബങ്ങളൊക്കെ ഇട്ട് ഡാൻസും പാട്ടും കൂത്തൊക്കെ ആയിട്ടുള്ള അങ്ങനെ അങ്ങേയറ്റം ഹറാമിലേക്ക് നീങ്ങുന്ന അവസ്ഥകൾ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. ഇനിയോ നബിദിനത്തിന്റെ ഭാഗമായി നമ്മുടെ നാടുകളിലൊക്കെ ബുർദ ആസ്വാദന മജ്ലിസുകൾ, മൗലിദ് പാരായണ സദസ്സുകളൊക്കെ നമ്മുടെ ഇതൊന്നും ഇസ്ലാമിനൊരു ഭാഗമില്ലല്ലോ. ഈ ബുർദ എന്ന് പറഞ്ഞ പ്രിയമുള്ളവരെ ഈ ആനത്തല സംഭവം തല്ലല്ലോ. അതായത് പിന്നെ മുമ്പ് ഈ പാതിരാവാതിന് മുമ്പൊക്കെ നമ്മൾ കേട്ടിരുന്നൊരു സംഭവം ഉണ്ടല്ലോ അല്ലേ, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇതാണ് സത്യത്തിൽ ഈ പണ്ട് വാതിന്റെ മുമ്പൊക്കെ ഇങ്ങനെ പാടി പ്രത്യേകിച്ച് ഒരു അർത്ഥം പറയാനൊന്നും സാധിക്കില്ല. കാരണം നീ രക്ഷകനെന്ന വസല്ലി എന്ന് പറഞ്ഞ എങ്ങനെ പറഞ്ഞത് വസാ, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ലിന്ദായി, എന്ത് ലിന്ദ അല്ലെ. ഈ രീതിയിലൂടെയുള്ള സംഭവങ്ങളാണ് പണ്ടുണ്ടായിരുന്ന സംഭവം. ഇപ്പൊ അതൊക്കെ മാറ്റി. ഇവിടെ ഒന്ന് റഷീദ് സഖാഫി പറഞ്ഞു അതിങ്ങനൊന്നും പോയാൽ പറ്റൂല, അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വെറുപ്പും അരോചകമൊക്കെ, നമുക്ക് ഇങ്ങനെ മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ പോണം. അതാണ് ബുർദ. ഉസ്താദുമാരുടെ മൈക്കൽ ജാക്സൺ സ്റ്റൈലാണ് ബുർദ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോ കുറെ വർഷമായിട്ട് 5 വയസ്സായ ഒരു കുട്ടീനെ അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. വാക്ക് മാറാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാ കൊല്ലം 5 വയസ്സാണ് പറയുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ ആ കുട്ടി ഖുർആൻ ഹാഫിദാക്കി ഇത്രയും സ്ഥാനം കുട്ടി കൊടുക്കോ, അതും കൊടുക്കൂല. ഇനിയോ ആ കുട്ടീനെ കൊണ്ടുവന്ന് നടത്തുന്ന ബുർദ സത്യത്തിൽ ഈ ഹൈന്ദവ മതത്തിൽ തോറ്റമ്പാട്ട് എന്നൊരു സംഭവമുണ്ട്. ഉടുക്ക് വെച്ചിട്ട് ഇങ്ങനെ കമ്മങ്ങനെ കുടുകുട വെച്ചിട്ട് കൊട്ടുമ്പോ ഒരാൾ വായ്പാട്ട് പാടും, ഒരാൾ പല ശബ്ദം ഉണ്ടാക്കും. എന്നപോലെ ഉസ്താദുമാരുടെ തോറ്റം പാട്ടാണ് സത്യത്തിൽ ഇന്ന് കാണുന്ന ഈ ബുർദ. ഒരാൾ ദഫ് കമച്ചിച്ച് അങ്ങനെ കുടുകുടടിച്ച് കൊട്ട, അപ്പൊ ഒരാൾ പകുതി മൈക്കാനെ ബുദ്ധിമുട്ട് അങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ ഇതിനെ വ്യത്യസ്തമായ ശൈലികളിലൂടെ 7-8 ട്യൂണുണ്ടെന്ന ബുർദക്ക്. അതിന്റെ ഇടയിൽ ഒരു ഉറുദു ഇങ്ങനെ വലിച്ചിട്ട് അല്ലേ, മൗലായ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ ബുകാഉ, ഒരു ഉറുദു ഇങ്ങനെ ഒന്ന് നീട്ടി വലിച്ചിട്ട് കൊടുത്താൽ സംഭവം അക്സെപ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ചെല്ലുന്ന ബുർദ ഞാൻ പറയുന്നതിന് ഒരു 5 നയാ പൈസയുടെ കൂലി പടച്ചോന്റെ ഭാഗത്ത് നമുക്ക് കിട്ടൂല. നിങ്ങൾ ആലോചിച്ച് വാപ്പാടെ കയ്യിൽ 100 രൂപ വേണം, 3 നേരം വാപ്പാടെ മുന്നിട്ട് ചൂലെടുത്താട്ടൂലേ വാപ്പ കൊടുക്കും 100 രൂപ. നിങ്ങൾ ആലോചിച്ചൊക്കെ പ്രിയമുള്ളവരെ, അള്ളാന്ന് വിളിക്കുന്നതിന് ഒരു മര്യാദ. ഇത് മൈക്ക പകുതി പിന്നെ പൊത്തിപ്പിടിച്ച് പിന്നെ മിമിക്രി എടുത്തുകൊണ്ട് അള്ളാനെ കളിയാക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ഇബാദത്തൊക്കെ ഉണ്ടോ ഇസ്ലാമിൽ? അല്ലേ? ഇതിനെയൊക്കെ നമ്മൾ ശക്തമായി എതിർക്കാൻ ആ ബുർദ ഇതിന്റെ ആമുഖമൊക്കെ പറയുന്ന തനിച്ച ശിർക്കും അല്ലേ. അസ്സലാം അലൈക യാ മാഹിറോനോബി സല്ലവാതി അലാ നബി വസലാമി വഹുവ ഖൈറുൽ ആലമി ബദറുത്തമാമി. അസ്സലാം അലൈക യാ മാഹിറോനോബ്, പാപങ്ങളെ മായ്ച്ചു കളയുന്ന നബിയേ അങ്ങേക്ക് സലാം. നബിയേ, പാപങ്ങളെ മായ്ച്ചു കളയുന്ന നബിയെ അങ്ങേക്ക് സലാം. നമ്മുടെ പാപം ആരാ മായ്ച്ചു തരാ? വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാൻ 135 ആയത്ത്, അല്ലാഹുവല്ലാതെ ആരുണ്ടോ നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയാൻ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യവും. ഏതാ നമുക്ക് സ്വീകരിക്കാനുള്ളത്? അള്ളാന്റെ ഖുർആനാണോ? ഇനി നിങ്ങൾ ആലോചിക്കുക, ഇവിടെ മറ്റൊരു വിഷയം എന്താണെന്നറിയോ? ഇവിടെ വന്നിട്ട് പിന്നെ ഈ മാലമോലതൊക്കെ തിരിച്ചു കൊണ്ടുവരാം. ഇവിടെ പറഞ്ഞു വെച്ചതിന്റെ പകുതി ബാക്കി ഞാനങ്ങ് പൂരിപ്പിക്കാൻ. ഇവിടെ ഉമർ ഖാദി റസൂലുള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ മദ്ഹ് പറഞ്ഞ അവസാനം റസൂലുള്ളാഹിന്റെ റൗള ഷരീഫിന്റെ അവിടെ എത്തുമ്പോ കൈ പുറത്തേക്ക് വന്ന് ഷെയ്ക്കൽ കൊടുത്തിട്ടില്ലേ എന്നൊക്കെ ഇവിടെ സഖാഫി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനൊന്നുകൂടെ വേറൊരു മുസ്ലിയാന്റെ ഭാഗം കൂടെ ഞാൻ എടുത്തു പറയാം.
ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറച്ച് മുസ്ലിയാക്കന്മാര് വന്നിട്ടുണ്ട്. തെളിവ് ഖുർആനും ഹദീസും ഒന്നല്ല, സിനിമകളാണ്. അതായത് പിന്നെ ഇസ്ലാമിൽ കറുപ്പും വെളുപ്പും സമാനത, ഇന്ന സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടിക്കൊടുക്കുക. എന്നിട്ട് അവസാനം അവിടെ വന്ന സ്ത്രീകളുടെ അരയാഭരണങ്ങൾ, പാദസരങ്ങൾ, കാതാഭരണങ്ങൾ, മാലകളെല്ലാം ഊരിയെടുത്ത് ഞെക്കിപ്പിഴിഞ്ഞ് കമ്മീഷൻ വാങ്ങി പോകുന്ന കുറച്ച് മുസ്ലിയാക്കന്മാര് വന്നിട്ടുണ്ട്. പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇപ്പൊ ആണുങ്ങൾക്ക് കുറച്ച് ഉസ്താന്മാരെ, തെക്കൻ കേരളത്തിലെ ഉസ്താന്മാരെ വാതിന് പോകുന്ന ഭാര്യ പറഞ്ഞാൽ പോയിക്കോ, പ്രശ്നമൊന്നുമില്ല, വളയും മാലക്കോട് ഊരിച്ചിട്ട് പോയാൽ മതി. അങ്ങനത്തെ ഒരു നിബന്ധന വെക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക്, സമസ്തയുടെ വാതിനാണോ വളയും മാലക്കോട് ഇരുന്നോട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിക്കുക. അപ്പൊ ഈ ഉസ്താദുമാരെ ഈ ഇതിന് റേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മാലപ്പാട്ടിന് റേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞൊരു കഥ എന്തെന്നറിയോ? ഈ സംഭവമാണ്. അത് പറയുന്നത് വെച്ചാൽ ഉമർ ഖാദി ചെറിയ കുട്ടിയായിരിക്കും. ഉമർ ഖാദിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞത്ര ഉമർ ചെറിയ കുട്ടിയല്ലേ, ഉമറിന്റെ ഉമ്മയുടെ അനിയത്തെ കൂടെ നിങ്ങൾ വിവാഹം കഴിക്കണം. അപ്പോ ഉമർ ഖാദി അത് ഇഷ്ടല്ല, ഉമ്മാടെ അനിയത്തെ ഇഷ്ടല്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞത്ര നീ കെട്ടണ്ട, ഞാൻ കെട്ടിക്കോളാം. അങ്ങനെ പറഞ്ഞിട്ട് ഉമ്മാടെ അനിയത്തിയെ ഉമർ ഖാദിന്റെ വാപ്പ വിവാഹം കഴിക്കാൻ. വീട്ടിലൊരു നിബന്ധന ഉണ്ട്, നേരെ മഗ്‌രിബ് സമയമായി കഴിഞ്ഞാൽ മുഹിയുദ്ദീൻ മാല പാരായണം ചെയ്യുക എന്നൊരു നിബന്ധന വാപ്പ വെച്ചിട്ടുണ്ട്. അപ്പൊ ഉമർ പിന്നെ എന്നും നല്ല കുട്ടിയാണ്, ഈ മുഹിയുദ്ദീൻ മാലൊക്കെ പാടും. പക്ഷെ വാപ്പ ഒന്ന് ചോദിക്കും, ഉമറെ മുഹിയുദ്ദീൻ മാലൊക്കെ പാടിയോ? അപ്പൊ ഈ രണ്ടാനമ്മ വന്നിട്ട് പറയുന്നു, അവൻ പാടിയിട്ടൊന്നുമില്ല, വെറുതെ നുണ പറയാന്നൊക്കെ പറയുമ്പോ വാപ്പ ദേഷ്യപ്പെട്ട് പിടിച്ചിട്ട് ഇവിടെ പാടാമെന്ന് രണ്ടാമത് കൊണ്ട് ചൊല്ലിപ്പിക്കും. ഇങ്ങനെ പതിവ് പോലെ തുടർന്ന് പതിവ് പോലെ ഒരു ദിവസം വാപ്പ വന്നിട്ട് ചോദിച്ചു, ഉമറെ മുഹിയുദ്ദീൻമാലൊക്കെ പാടിയൊന്നു? അപ്പൊ ഉമർ ഖാദി പറഞ്ഞു, ഞാൻ പാടി. പക്ഷെ അന്ന് രണ്ടാനമ്മ വന്നു, ഇല്ലട്ടോ അവൻ നുണ പറയാന്ന് പറഞ്ഞപ്പോ വാപ്പ ദേഷ്യപ്പെട്ട് പഠിത്ത് ഇവിടെ പാടാ എന്നൊക്കെ പറഞ്ഞു മുമ്പിൽ കൊണ്ടുവന്നിരുത്തി പാടിപ്പിക്കാം. അങ്ങനെ പാടി അവിടെ എത്തിയെന്നറിയോ? കളവ് പറയല്ല എന്നും മാഷുന്നാരെ, കള്ളന്റെ കയ്യിലെ പൊന്നെ കൊടുത്തോവർ, ഉമ്മാന്റെ അനുജത്തി വാപ്പാന്റെ സൗജത്തി, കുശുക്കും മൂപ്പത്തി തല്ലുമായെന്നോർ. ഉമ്മാന്റെ അനുജത്തി വാപ്പാന്റെ സൗജത്തി കുഷ്കുഷ്കും മൂപ്പത്തി തല്ലുമായെന്നോ. ഇത് കേട്ട വാപ്പ ചോദിച്ചിട്ടാ എന്താ നീ പറഞ്ഞ? അവർ ഉമ്മാടെ അനിയത്തി വാപ്പാന്റെ സൗജത്തി കുഷ്കുഷ്കും മൂപ്പത്തി തല്ലുമായെന്നോവർ. ഇത് കേട്ടപ്പോ വാപ്പ മോൻ അടിച്ചില്ല. വാപ്പ മോൻ അടിച്ചില്ല എന്ന് മാത്രമല്ല, മോനെ വാരിയെടുത്തോണ്ട് പറഞ്ഞു, പത്ര മോനെ നീ ഉമ്മാനെ കുറിച്ച് പാടണ്ട, നീ വാപ്പാനെ കുറിച്ച് പാടണ്ട, നിനക്കിനി പാടാൻ മദീനയുടെ മണവാളനുണ്ട് മോനെ. അന്ന് മുതൽ ഉമർ ഖാദി റസൂലുള്ളാഹിനെ കുറിച്ച് പാടുകയാണ്. പാടി പ്രവാചകന്റെ റൗളാ ഷരീഫിന്റെ അവിടെ ചൊല്ലുമ്പോ റൗളാ ഷരീഫിന്റെ പൂട്ട് പോലും പൊട്ടിത്തെറിച്ചുകൊണ്ടോ റസൂലുള്ളാഹിന്റെ കൈ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, പത്രോ അസ്സലാമു അലൈക യാ ഉമർ ഖാദി. അങ്ങനെ പ്രവാചകൻ ഉമർ ഖാദിക്ക് ഷെയ്ഖ് കൊടുത്തു എന്ന് പറയുന്നവരോട് ചോദിക്കട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം മോഹിച്ചതല്ലേ? അവിടുന്ന് മുഹിയുദ്ദീൻ മാല ഇല്ലാത്തത് കൊണ്ടാണോ അത് കഴിയാതിരുന്നത്? ഉമർ റളിയല്ലാഹുവിന് കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരുപാട് പ്രഗത്ഭരായ സഹാബത്തുണ്ടായിട്ടില്ലേ? അവർക്ക് ആർക്കും പറ്റിയിട്ടില്ലെന്നത് ഇവിടെ മൂപ്പര് പറയാ. ഇതിങ്ങനെ പാടിയാ നടക്കുന്ന പറയാൻ, ഇത് ഇസ്ലാമിന് വല്ല ബേസിക് പറയാൻ പറ്റുമോ? ഞാൻ